ഹലോ, ഇന്ന് എൻ്റെ ഒപ്പം ഒരു പുതിയ ആളും കൂടി ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടാണ് കേട്ടോ. സോ ഞാൻ ഇന്ന് പാലക്കാടാണ്. ഇതിന്റെ പേര് അച്യുത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് കൽപ്പാത്തി വീഡിയോ ആണ്. ഇവന്റെ നാടാണ് പാലക്കാട്. ഫസ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് പാലം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കിന്ന് ബ്രിട്ടീഷ് പാലത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. സോ ഇന്നത്തെ ഫുൾ വ്ളോഗ് നമ്മൾ പാലക്കാടുള്ള വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് പാലത്തിന്റെ ഈ ഒരു താഴത്തെ ഭാഗത്തേക്കാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ ബ്രിട്ടീഷ് പാലത്തിന്റെ മുകളിൽ കയറി. ഈ ഒരു പാലം ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപകൽപ്പന ചെയ്യപ്പെട്ടുള്ളതാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല പാലത്തിന് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന രണ്ട് വഴികളുണ്ട്. ഒന്ന് നമുക്ക് നടന്ന് പോയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും, ഒന്ന് വണ്ടികൾക്ക് പോകാനുള്ള വഴികളാണ്. സെന്ററിലൂടെ ഒരു കനാലിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആ ബ്രിട്ടീഷ് പാലത്തിന്റെ ആ സൈഡിലുള്ള വഴികളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് പാടങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബ്രിട്ടീഷ് പാലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. സോ പ്രീ വെഡിങ് ഷൂട്ട്, നാച്ചുറൽ ഫോട്ടോഗ്രാഫി, ഫിലിംസ് ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിലിംസ് ഒക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. പിന്നെ ബ്രിട്ടീഷ് പാലത്തിന്റെ ഒരു മോസ്റ്റ് മാജിക്കൽ മൊമെന്റ് പറഞ്ഞത് അവിടുത്തെ സൺസെറ്റ് ആണ്. സോ നമുക്കത് മിസ്സായി. സോ നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇവിടെ വന്നോളൂ. അത് മാത്രമല്ല ഭയങ്കര ശാന്തതയും എന്താ പറയാ നല്ലൊരു പച്ചപ്പും ഹരിതാപയൊക്കെ നേർന്നുള്ള ഒരു സ്ഥലം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്നെ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാട്ടോ ഈ ഒരു ബ്രിട്ടീഷ് പാലം. സോ നമ്മളവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസ്, റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാലത്തിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചിരുന്നില്ലേ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് കേട്ടോ. നല്ല കിടിലം സ്പോട്ടാണ് അവിടെ. കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമ്മൾ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ രണ്ട് ടൈപ്പ് സർബത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ ഇപ്പോൾ വന്നിരിക്കുന്നത് കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടിയിട്ടാണ്. സോ എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കാണുന്നത്. ഇനിയുള്ള വീഡിയോ മൊത്തം നമ്മുടെ കൽപ്പാത്തി രഥോത്സവം വീഡിയോ ആണ്. സോ എക്സ്പ്ലോർ ആൻഡ് എൻജോയ്. ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള ഈ ഒരു രഥത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് പാലക്കാട് കൽപ്പാത്തിയിൽ നടക്കുന്ന ഒരു പുരാതനമായിട്ടുള്ള ഉത്സവമാണ്. 700 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ മായാവാരം സ്വദേശിനിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രദേശത്ത് തമിഴ് ബ്രാഹ്മണരുടെ കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേരളത്തിൽ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിലെ പ്രധാന 3 ദിവസങ്ങളിലെ ആഘോഷമാണ് കേട്ടോ ഈ ഒരു രഥോത്സവം. ഇതിലെ ഭഗവത് പ്രതിഷ്ഠയോട് കൂടിയിട്ടുള്ള അലങ്കരിച്ചുള്ള ദേവരഥം ക്ഷേത്രത്തിന് ചുറ്റും തെരുവുകളിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ആളുകളുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ള ഒരു പഴമൊഴി തന്നെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ 4 ദിവസമാണ് വേദപാരായണവും സാംസ്കാരിക പരിപാടികളും ഉണ്ടാകുന്നത് ഇവിടെ. അവസാന 3 ദിവസമാണ് രഥഘോഷയാത്ര പ്രധാനമായിട്ട് നടക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് കൽപ്പാത്തിയിലെ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല തമിഴ് ബ്രാഹ്മണരുടെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുരാതന ക്ഷേത്രോത്സവമാണ് ഈ ഒരു കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ പാലക്കാട് വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മൾ ബ്രിട്ടീഷ് പാലം ഇന്ന് കണ്ട് കൽപ്പാത്തി രഥോത്സവം കാണാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും കാണാം. ടാറ്റാ.